നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഗ്രഹത്തിലാണ്. അന്നേരം എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ പാലക്കാട് പോയപ്പം സന്തോഷേട്ടൻ്റെ അവിടുന്ന് ഒരു ഇൻക്യുബേറ്റർ വാങ്ങിച്ചു. കണ്ണമ്പ്ര വടക്കാഞ്ചേരിയിൽ പാലക്കാട്. അന്നേരം അവിടെ നിന്ന് ഞാനൊരു ഇൻക്യുബേറ്റർ കൊണ്ടുവന്നായിരുന്നു. ആ ഇൻക്യുബേറ്ററിൻ്റെ റിസൾട്ട് എനിക്ക് ഭയങ്കര സക്സസ് ആയിരുന്നു. അതായത് ഞാൻ 60 മുട്ട വെച്ചു, അതിൽ 4 മുട്ട വെച്ച് ബാക്കി മുട്ടകളെല്ലാം വിരിഞ്ഞു. ഇത്രയും സക്സസ് ആയിട്ടുള്ളൊരു ഇൻക്യുബേറ്റർ വളരെ തുച്ഛമായ വിലയ്ക്കാണ് കിട്ടിയത്. 1800 രൂപയ്ക്കാണ് കിട്ടിയത്. അന്നേരം ഈ 1800 രൂപയ്ക്ക് ഒരു ഇൻക്യുബേറ്റർ കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിലോ നോക്കിയാൽ പോലും കിട്ടത്തില്ല. അന്നേരം അത് ജനങ്ങളെ അറിയിക്കണമെന്ന് എനിക്കും തോന്നി. കാരണം പറഞ്ഞാൽ വൻ വിലകൾ കൊടുത്തൊരു കർഷകന് ഒരു ഇൻക്യുബേറ്റർ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവുന്ന കാര്യങ്ങളല്ല. അന്നേരം എനിക്കിങ്ങനൊരു ഗുണമുണ്ടായപ്പം അത് എനിക്ക് മാത്രമല്ല കർഷകർക്കും അതേപോലെ തന്നെ സന്തോഷമായിട്ടും ചെയ്യാൻ വേണ്ടിയാണ്. അന്നേരം തീർച്ചയായിട്ടും ഈ വീഡിയോ ഞാൻ തെളിവ് സഹിതം നിങ്ങളെ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അന്നേരം തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്താലേ മറ്റൊരാളിലേക്ക് ഇത് ചെല്ലൂ. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻക്യുബേറ്റർ. കണ്ട വലിയ ഭംഗിയൊന്നും തോന്നിയില്ലെങ്കിലും അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഇത് കാണുമ്പോൾ വലിയ അഴക് തോന്നത്തില്ലായിരിക്കും, പക്ഷേ ഇത് നിറച്ചും ചുളയാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ 21 ദിവസം കാത്തിരുന്നതിൽ മുട്ട വിരിയുമ്പോൾ അതിനകത്ത് 90%, 99% ഒക്കെ വിജയം കണ്ടെത്തുമ്പം അതാണ് നമ്മുടെ മനസ്സിലെ അഴക്. അന്നേരം നമുക്ക് തുറന്ന് കാണാം. വേണ്ട, അത് വിരിയാത്ത മുട്ട എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരാൾക്ക് എന്തോ ഒരു നീ അമുങ്ങിപ്പോയാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തോ ഒരു ചരുവുണ്ട്. ബാക്കി വിരിയാത്ത മുട്ടകളെന്ന് പറഞ്ഞാൽ 2, 3, 4 മുട്ട ഉള്ളെന്നാണ് എൻ്റെ വിശ്വാസം. അഴുക്ക് മുട്ടകളൊക്കെ ഞാൻ 2 ദിവസമായിട്ട് വിരിഞ്ഞത് കൊണ്ട് ഞാൻ മാറ്റിയായിരുന്നു. 4 മുട്ടയുള്ളൂ വിരിയാത്തത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പരാജയമായിട്ട് തോന്നിയിട്ടുള്ളതാണ്ട് ഈ ഒരു കുഞ്ഞ് മാത്രം. അയാൾക്കും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ചരിവ് പോലെ തോന്നുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതേ ഉള്ളൂ. എനിക്ക് ബാക്കിയുള്ളവരെല്ലാം നല്ല ചുണക്കുട്ടികളായിട്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇൻക്യുബേറ്റർ വെച്ച് കോഴിക്കുഞ്ഞിനെ വിരിയിക്കുന്നതും. അതേപോലെ ഇതിനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ തന്നെ വിളിച്ച് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാനിവിടെ ഒരു തകരം കൊണ്ടുവന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ തകരത്തിലേക്ക് നമുക്കിത് എണ്ണി മാറ്റാം. ഞാൻ കള്ളം പറയുമെന്നോ അല്ലയോ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ഇതിപ്പം 4 ഉണ്ട്. 4, 4, 3, 7, 7, 4, 11, 11, 3, 14, 14, 4, 14, 4 എത്രയായി? 18, 18, 4, 22, 22, 4, 26, 26, 4, 30, 30, 4, 34, 34, 4, 38, 38, 4, 42, 42, 4, 46, 46, 4, 50, 50, 4, 54, 54, 2, 56. ഇത്രയും ലോങ് ആക്കി വീഡിയോ ആക്കിയതല്ല, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. പിന്നെ ദാണ്ട് ഈ 4 മുട്ടയും കൂടെ ചേർത്ത് 60 മുട്ട. വേറെ സത്യാവസ്ഥകളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റിയോ ഈ മുട്ട എങ്ങനെ അടവെക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അന്നേരം
എല്ലാ മുട്ടകളും എടുത്ത് വെച്ച് എനിക്ക് ഇതിൻ്റെ പകുതി പോലും വിരിയും എന്നുള്ള യാതൊരു വിശ്വാസമില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ മുട്ട എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ ഇരുന്ന മുട്ട ഇത് 100 മുട്ട വരെ ഫില്ല് ചെയ്യാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും മുട്ടയുള്ളത് അത് തന്നെ ഞാൻ ഒപ്പിച്ച് ഇതിനകത്ത് വെച്ചിരുന്നതാണ്. അതിനകത്ത് ഈ 4 മുട്ട മാത്രം വിരിയാതെ പറഞ്ഞാൽ ഞാൻ 100% അതിനകത്തൊരു സന്തോഷവാനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത്. അതായത് കള്ളത്തരം പറഞ്ഞല്ല, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവം. ഒരു ബൾബ്, ഒരു ഫാന്, ഈ തെർമോക്കോൾ പെട്ടി, അതാണ്ട് ഈ ഒരു തെർമോസ്റ്റാറ്റ് മെഷീൻ എന്നാണ് തോന്നുന്നു ഇതിന് പറയുന്നത്. അത് ഇതും പിന്നെ അതാണ്ട് ഈ അഡ്രസ്സ് വേണമെങ്കിൽ ഒന്ന് കണ്ടോ. സന്തോഷ്, കണ്ണമ്പറ, വടക്കാഞ്ചേരി, പാലക്കാട്. അതിൽ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ നമ്പർ എന്താ പറഞ്ഞാലും ഞാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും ആഡ് ചെയ്തിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നല്ല കാര്യങ്ങൾ കണ്ടാൽ നമ്മുടെ ആ ചാനലിൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും. സത്യസന്ധമായിട്ട് പറയുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക, അന്നേരം ജനങ്ങളിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എത്തിക്കുക. ഇതാണ് നമ്മുടെ അച്ചായൻസ് ചാനലിൻ്റെ പ്രത്യേകത. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.